ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാം, കൂടുതലും പേർക്ക് അറിയാൻ സാധ്യതയില്ല. നമ്മൾ നേരിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിച്ചിരുന്നു യൂട്യൂബിനെ കുറിച്ചുള്ള അനുഭവം ഒന്ന് പങ്കുവെക്കും എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇനി അടുത്തത് ആ വീഡിയോ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ എല്ലാവരോടും നന്ദി പറയണം. കാരണം നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല യൂട്യൂബ് തുടങ്ങിയത്. വെറുതെ ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ നമ്മളത് തുടങ്ങിയതാണ്. പക്ഷെ അത് ഇന്നിവിടെ 50,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു സന്തോഷത്തിൻ്റെ ഉന്നതിയിൽ ഞങ്ങൾ നിൽക്കുവാണ്. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് 2020 ഏപ്രിൽ 23-ാം തീയതിയാണ്. അപ്പോൾ മോളുടെ 1-2 വീഡിയോസാണ് നമ്മളതിൽ ആദ്യമേ അപ്ലോഡ് ചെയ്തത്. യൂട്യൂബ് എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും നമുക്കത് അറിയില്ലായിരുന്നു നാട്ടിൽ. പിന്നെ മോളുടെ കലോത്സവത്തിൻ്റെ ഒരു ഒപ്പനയുണ്ടായിരുന്നു, കുടമുല്ലച്ചിരിയുള്ള എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. അത് എന്തോ ഭാഗ്യം കൊണ്ട് ആ ഒരു ഒപ്പന ക്ലിക്കായി. ഏകദേശം 2 ലക്ഷത്തിൽ പരം ആളുകൾ ആ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ നിന്നാണ് നമ്മളുടെ ചാനലിന് മോണിറ്റൈസേഷൻ ലഭിച്ചത്. സബ്സ്ക്രൈബേഴ്സും വാച്ച് അവറും എല്ലാം കംപ്ലീറ്റ് ആയി. വാച്ച് അവറാണ് ആദ്യം കംപ്ലീറ്റ് ആയത്. എന്നിട്ടും ഞങ്ങൾക്ക് 1-2 സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ വേണ്ടി 2 ദിവസം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. അതിനുശേഷം ഒരു 2023 ജനുവരി 30 നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനായി. അപ്പോൾ നമുക്ക് ഈ സമയത്ത് എത്രമാത്രം നന്ദി പറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് കഴിയില്ല. കാരണം നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഈ മോണിറ്റൈസേഷൻ ലഭിക്കുക എന്നുള്ളത്. പിന്നെ അവിടുന്ന് നമ്മൾ വെരിഫിക്കേഷൻ എല്ലാം നമ്മൾ ക്ലിയർ ആക്കി. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ അറിയാവുന്ന ആരെങ്കിലും ചോദിച്ചു അത് ക്ലിയർ ചെയ്യുമായിരുന്നു. ആഡ്സെൻസിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, അതെല്ലാം റെഡിയായി. ഇപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങൾ. കാരണം പറഞ്ഞല്ലോ, നമ്മൾ ചാനലിപ്പോൾ 50K നിറവിൽ നിൽക്കുകയാണ്. പിന്നെ അനുഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് കണ്ടന്റ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ട് ഇടുന്നതല്ല ചാനൽ. കുട്ടീൻ്റെതോ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ വീഡിയോസുകളാണ് നമ്മളതിൽ കൂടുതലും ഇടുന്നത്. ഇപ്പോൾ ചാനലിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് മോളുടെ ആ വീഡിയോ തന്നെയാണ്. പിന്നെ ഷോർട്സിലാണെന്നുണ്ടെങ്കിൽ ഒരു ക്രിയേറ്റീവ് എഗ് റെസിപ്പിയുടെ ഒരു ഫ്ലോപ്പ്ഡ് ആയിട്ടുള്ളൊരു ഷോർട്സ് ഞാൻ ചെയ്തിരുന്നു. അതും ഈ പറഞ്ഞ മാതിരി ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യൂ ആയിപ്പോയി. 5 മില്യൺ വ്യൂസ് അത് വന്നിട്ടുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് വളരെയധികം സന്തോഷമാണ്. നമ്മൾ ഒരുപാട് ടൈം നമ്മളിപ്പോൾ യൂട്യൂബിന് വേണ്ടിയിട്ടാണ് കണ്ടെത്തണം. ഇനി കൂടുതൽ കണ്ടൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫുഡായിടും. കൂടുതലും ഞങ്ങൾക്ക് ഇഷ്ടം ഫുഡ് കാര്യങ്ങളാണ്. ജോലിയുള്ളത് കൊണ്ട് അങ്ങനെ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കൊടുങ്ങല്ലൂർ കോടതിയിൽ വക്കീലിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യണത്. മോള് 7th പഠിക്കുകയാണ്. വീട്ടിൽ പിന്നെ ഒന്നും ചെയ്യാനുള്ളത്. നമ്മുടെ സമയപരിധി മൂലം നമുക്ക് കുറേ വീഡിയോസൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. എന്നാലും പറ്റാവുന്ന പോലെ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുവാണ്. കാരണം ഇവിടം വരെ ഞങ്ങളെ ഒന്നുമല്ലാത്ത ചാനൽ ഇവിടം വരെ നിങ്ങളാണ് എത്തിച്ചത്. 50K അത് നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇത് മോണിറ്റൈസേഷൻ. അപ്പോൾ ഞങ്ങളെ വീഡിയോ കാണുന്നവരോടും സബ്സ്ക്രൈബ് ചെയ്തവരോടും സപ്പോർട്ട് ചെയ്യുന്നവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഞങ്ങൾക്ക് ഉണ്ടാവണം. ഇത്രയേ ഉള്ളൂ. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിച്ച് നമ്മുടെ വീഡിയോ ഇന്നത്തോട് ഇന്ന് ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.